താമരശ്ശേരിയിലെ ഒരു ഡോക്ടർ അതിക്രൂരമായിട്ട് ഒരു പേഷ്യന്റിന്റെ അച്ഛൻ മർദ്ദിച്ച് അവശനാക്കിയിട്ടുണ്ട്. രാവിലെ അഡ്മിറ്റ് ചെയ്ത രോഗിയെ പനി പിടിച്ച് വന്ന രോഗിക്ക് വൈകിട്ടാകുമ്പോഴാണ് ഡോക്ടർ പറയുന്നത് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം എന്ന് പറയുന്നത്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ അവിടെ എത്തുന്ന മുമ്പ് തന്നെ രോഗി മരിക്കും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നെഗ്ലിജൻസ് ഉണ്ടാവാം. ഡോക്ടർ നെഗ്ലിജൻസിന് അയാളെ കൊല്ലാൻ നോക്കിയതല്ല പണി. ഡോക്ടർ നെഗ്ലിജൻസിന് അയാൾക്ക് വേറെ നിയമപരമായ ആക്ഷൻ എടുക്കാൻ പണി. എന്നിട്ട് അതിനെ പോയിട്ട് എല്ലാവരും പോയി അടിച്ചും പിടിക്കുകയും ചെയ്താൽ പിന്നെ ആട്ടെ നടക്കുമോ? ഒരു രോഗിക്ക് മെഡിക്കൽ നെഗ്ലിജൻസ് പ്രകാരം വല്ലതും സംഭവിച്ചാൽ ആ ഡോക്ടർക്കെതിരായിട്ട് അവർക്ക് സിവിൽ സൂട്ട് പാലാക്കാം, കൺസ്യൂമർ കോർട്ട് കേസ് പാലാക്കാം. മെഡിക്കൽസ് ഉണ്ടാവണം. മെഡിക്കൽ നെഗ്ലിജൻസ് പ്രൂവ് ചെയ്താൽ മാത്രമേ അവർക്ക് നഷ്ടപരിഹാരം കിട്ടും, ശിക്ഷയും കിട്ടും. വേണമെങ്കിൽ മാത്രമല്ല IMA പരാതി കൊടുത്ത് അവർക്കെതിരെ നടപടി സ്വീകരിപ്പിക്കാം, ലൈസൻസ് റദ്ദായിപ്പിക്കാം, ഡോക്ടറെ പുറത്താക്കാം, ഒക്കെ ചെയ്യാം. ഇങ്ങനെയൊക്കെ ആക്ഷൻ ഉണ്ടായിട്ട് പോലും അതൊന്നും ചെയ്യാതെ വൈകിട്ട് രോഗി മരിച്ചപ്പോൾ അവർ വീട്ടിൽ പോയി ആക്രമിക്കുന്നത് ശരിയാണോ? ഇന്ത്യൻ ശിക്ഷാ നിയമം 332, 333 വകുപ്പ് പ്രകാരം ഒരു ഡോക്ടറെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പൊതുകാര്യ പ്രവർത്തന ആളെ അയാൾ ഡ്യൂട്ടി സമയം അടിച്ചാൽ 10 വർഷം വരെ ശിക്ഷ അനുഭവിക്കാം. ഈ 2012 ഡോക്ടർമാർക്കും അതുപോലെ തന്നെ ഡോക്ടറെ ഈ ആരോഗ്യ പ്രവർത്തകർക്കും വേണ്ടി സംരക്ഷിക്കുന്ന നിയമം വന്നിട്ടുണ്ടായി. ആ നിയമപ്രകാരം ശിക്ഷാർഹനാണ് ഈ പ്രതി. അപ്രകാരം 3 വർഷം വരെയോ അല്ലെങ്കിൽ 50,000 രൂപയും പിഴയടക്കാൻ പ്രതിക്ക് ശിക്ഷ വിധിക്കാം കോടതിക്ക്. ഇനി ഡോക്ടർ ഭാഗത്ത് കുറ്റമെന്ന് തെളിഞ്ഞാൽ സ്വാഭാവികം ഡോക്ടർക്ക് ശിക്ഷ കിട്ടും, രോഗിക്ക് നഷ്ടപരിഹാരം കിട്ടും, കൺസ്യൂമർ കോർട്ടിൽ പോവാം അല്ലെങ്കിൽ സിവിൽ കോടതിയിൽ പോവാം. ഇവർക്ക് കോമ്പൻസേഷൻ ലഭിക്കാൻ അർഹനാണ്. പക്ഷേ എന്ത് ചെയ്യണം? ആ നെഗ്ലിജൻസ് പൂർത്തീകരിക്കണം. എന്തൊക്കെ നെഗ്ലിജൻസ്? ഒന്ന്, ഡോക്ടർ നിയമപരമായി അതിന് ബാധ്യതപ്പെട്ടിരിക്കണം, ഈ രോഗി ചികിത്സിക്കാൻ ബാധ്യതപ്പെട്ട ആളായിരിക്കണം. രണ്ടാമത്, ആ ഡോക്ടർ തന്റെ കടമ നിർവഹിച്ചില്ലെങ്കിൽ ആ പേഷ്യന്റിന് മരണമോ അല്ലെ മറ്റൊന്ന് സംഭവിച്ചാൽ ഉത്തരവാദിയാണ് ഡോക്ടർ. അതാണ് നെഗ്ലിജൻസ് പ്രൂവ് ചെയ്യുക. അങ്ങനെ നെഗ്ലിജൻസ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് ശിക്ഷാർഹനാണ് ഡോക്ടർ. ഇത്തരം കേസ് പ്രൂവ് ചെയ്യുമ്പോൾ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ സ്വാഭാവികമായിട്ടും കോടതി ഹാജരാക്കണം. ആ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ ഒരു മാറ്റം വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി വിധിയുണ്ട്. സാധാരണ ഈ മെഡിക്കൽ റെക്കോർഡൊക്കെ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാവുക, അവർക്ക് വേണം മാറ്റം വരുത്താം. പക്ഷെ ഒന്നും മാറ്റം വരുത്താൻ പാടില്ല. അത് അങ്ങനെ തന്നെ ഉണ്ടാവണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ തെളിവെന്ന് വെച്ചാൽ ഇത് ശരിയായിരുന്നു, ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ആവശ്യമായ ചികിത്സ ലഭിച്ചില്ല എന്ന് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ വേണം. ആ എക്സ്പേർട്ട് ഒപ്പീനിയൻ വെച്ചാൽ അതേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് അത് വിശദമായി പരിശോധിച്ച് ഡോക്ടർ ഈ കാര്യങ്ങൾ അദ്ദേഹം ഡ്യൂട്ടി കടമകൾ ശരിക്കും നിർവഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു തെളിവാണ്, അതൊരു രേഖയാണ്. തെറ്റായ ചികിത്സ കൊണ്ടാണ് ഈ മരണം സംഭവിച്ചത് അല്ലെങ്കിൽ ഇങ്ങനത്തെ അപകടം സംഭവിച്ചതെന്ന് തെളിയിക്കാം, അതും തെളിവാണ്. പിന്നെ ഐ വിറ്റ്നസിന്റെ മൊഴികൾ, അതും തെളിവാണ്. അപ്പോൾ ഇതൊക്കെ തെളിയിച്ചാൽ സ്വാഭാവികമായിട്ടും ഡോക്ടർക്ക് രക്ഷയുണ്ടാവില്ല. എല്ലാവരും ഡോക്ടറെ പോയി അടിക്കാൻ പോയാൽ നടക്കും കാര്യങ്ങൾ. അവർ നല്ല കുറേ സേവന മാർഗങ്ങളും ചെയ്യുന്നുണ്ടെന്ന കാര്യം മനസ്സിലാക്കണം ആദ്യം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ആരും അടിക്കാനും പിടിക്കാനും പോകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് നിയമപരമായ വഴിയുണ്ട്, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് പോംവഴി